ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ച് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഓണം ഞാൻ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ആൻഡ് രാവിലെ തന്നെ നമ്മളിതേ ഒരുങ്ങിക്കെട്ടി അമ്പലത്തിലേക്കാട്ടോ പോയത്. അപ്പോൾ ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഒരുങ്ങാനൊക്കെ ഉള്ള ഒരു ഫെസ്റ്റിവലായിട്ടാണ് ഞാനൊക്കെ കാണുന്നത്. അങ്ങനെ രാവിലെ കുളിച്ച് പട്ടുപാവാടയൊക്കെ ഇട്ട് മുല്ലപ്പൂവൊക്കെ കുത്തി ഞങ്ങൾ അമ്പലത്തിൽ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ നേരെ പോണത് നമ്മുടെ രജിയാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇത്തവണ ഓണം സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കണേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ വീട് പണിതിട്ട് ഫസ്റ്റത്തെ ഓണമാണ്. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ തന്നെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും കിങ്ങിണിയും കൂടി രാവിലെ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം ഒരു കുഞ്ഞു പൂക്കളൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി സെറ്റ് ചെയ്തു. സോ ഗായ്സ്, അപ്പോൾ നമ്മളങ്ങനെ വലിയ കഴിവ് മീൻസ് പടം വരയ്ക്കാനൊന്നും അങ്ങനെ വലിയ കഴിവില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചെറുതായിട്ട് ഒരു ഐഡിയയൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് കമൻറ്റ് ബിലോ. പിന്നെ അവിടെ നിന്ന് കുറച്ച് പൂവൊക്കെ പറിച്ചു, അതുപോലെ നമ്മൾ കുറച്ച് പൂവൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചു. അങ്ങനെയൊക്കെയാണ് പൂക്കളം സെറ്റ് ചെയ്തെടുത്തത്. പിന്നെ വെല്ലും ഇടയ്ക്ക് കൂടിയായിരുന്നു കേട്ടോ പൂക്കളം ഇടാനായിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ പൂക്കളമൊക്കെ ഇട്ടു. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം പൂക്കളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഇതെന്ന് പറഞ്ഞാൽ ഒരുങ്ങുക, അത് രണ്ടാമത്തത് പൂക്കളം ഇടുക, മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഏറ്റവും മെയിനായിട്ട് എൻ്റെ സാധനം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ചിന്ത മനസ്സിലേക്ക് തന്നെ. അപ്പോൾ ഫുഡ് ഓൾറെഡി ആൻറ്റി എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സദ്യക്കുള്ള എല്ലാ സാധനങ്ങളും ആൻറ്റിയും അതുപോലെ അവിടെ സുമതി ആൻറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ചെയ്തു. പിന്നെ ഞാനും കിങ്ങിണിയും കൂടെ കൂടിയിട്ട് കോവയ്ക്കയും അതുപോലെ എന്താ അതിന് പറയുക, വഴുതനങ്ങയും കൂടെ കൂടിയിട്ട് ഒരു കൊണ്ടാട്ടം പോലെ ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ അത് കിങ്ങിണിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അവളാണ് അതൊക്കെ ചെയ്തത്. വഴുതനങ്ങ ഞാൻ ചെയ്തു, അതുപോലെ കോവയ്ക്ക അവളും കൂടെ ഉണ്ടാക്കി. ഒരു പൊരിയലൊക്കെ പോലെ അങ്ങനത്തെ ഒരു സാധനം പോലെ ഒരു സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഈ സാധനം ഭയങ്കര നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ തിന്നാനായിട്ട്. നല്ല എന്താ ക്രിസ്പി ആണോയെന്ന് വെച്ചാൽ ക്രിസ്പിയാണ്, എന്നാൽ ഇച്ചിരി വേറൊരു ടേസ്റ്റ് ആയിരുന്നു. അത് കൊള്ളായിരുന്നു. എന്തായാലും അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ അതും കമൻറ്റ് ബില്ലോ ഞാനത് അതും കൂടെ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ അടുത്തത് വന്നിട്ട് നമുക്ക് ഒരു സംശയമില്ലാതെ പറയാം, പായസം. പാലട പ്രഥമൻ ഞാനാണ് കേട്ടോ വെച്ചത്. പാലട പായസം ഞാനുണ്ടാക്കി. അതുപോലെ അവിടെ സേമിയ പായസം ഉണ്ടായിരുന്നു. സേമിയ പായസം വെല്ലു നിർബന്ധം പിടിച്ചതുകൊണ്ട് ആൻറ്റി വെല്ലുവിന് സ്പെഷ്യലായിട്ട് സേമിയ പായസം ഉണ്ടാക്കി കൊടുത്തു. എന്നാലും ഞങ്ങളൊക്കെ കുടിച്ചു കേട്ടോ അതിൽ നിന്ന്. അങ്ങനെ സേമിയ പായസവും ഉണ്ടായിരുന്നു, പിന്നെ പാലട പ്രഥമനും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് സദ്യക്ക് വേണ്ടിയിട്ടുള്ള കറികളും എല്ലാം, അങ്ങനെ ഫുഡൊക്കെ അടിപൊളി ഫുഡായിരുന്നു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഗൈസ്, അപ്പോൾ പായസവും അതുപോലെ നമ്മുടെ പൊരിയലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓണസദ്യ കഴിക്കാമെന്നുള്ള, അതായത് ഓണത്തിൻ്റെ ഏറ്റവും വലിയ എൻ്റെയൊക്കെ അട്രാക്ഷൻ എന്ന് പറയുന്ന സാധനം ഓണസദ്യ കഴിക്കാമെന്ന് കേട്ടോ. വാഴ ഇലയിൽ എല്ലാ കറിയൊക്കെ ഇട്ട് ഓണസദ്യ കഴിക്കുക മെയിൻ സാധനം. അപ്പോൾ ഓണസദ്യയിലേക്ക് കറി നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെ കറി ഉണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സാമ്പാറുണ്ടായിരുന്നു, അതുപോലെ പാവയ്ക്ക പച്ചടി ഉണ്ടായിരുന്നു. എനിക്ക് പാവയ്ക്ക പച്ചടി ഭയങ്കര ഇഷ്ടമുണ്ടോ, എന്താണെന്നറിയില്ലേ, നല്ല ടേസ്റ്റ് അല്ലേ. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, പക്ഷേ എനിക്കിഷ്ടമാണ് ആ സാധനം. പാവയ്ക്ക പച്ചടി ഉണ്ടായിരുന്നു. പിന്നെ ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു. ഇഞ്ചിക്കറി എനിക്ക് അത്ര ഫേവറേറ്റ് അല്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഉള്ളിക്കറി ഉണ്ടായിരുന്നു. ഉള്ളിക്കറി എൻ്റെ ഫേവറേറ്റ് ആട്ടോ. ഉള്ളിക്കറി ഉണ്ടായിരുന്നു. പിന്നെ മോര് കറി ഉണ്ടായിരുന്നു. പിന്നെ അച്ചാറുണ്ടായിരുന്നു. അച്ചാർ മാങ്ങയും നാരങ്ങയും ഉണ്ടായിരുന്നു. 2 ടൈപ്പ് അച്ചാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ചിങ്ങ ഒലത്തിയതുണ്ടായിരുന്നു. നമുക്ക് മെഴുക്ക് വരട്ടിയായിട്ട് അച്ചിങ്ങ ഒലത്തിയതായിരുന്നു. പിന്നെ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് അവിയൽ. എനിക്ക് അവിയൽ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എന്നെപ്പോലെ അവിയൽ കൊതിച്ചികളോ അല്ലെങ്കിൽ അവിയൽ കൊതിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് വിലോ. അപ്പോൾ അതേ നോക്കുകയാണെങ്കിൽ താഴത്തെ പായ വിരിച്ച് ഇലയൊക്കെ ഇട്ട്, അയ്യോ പപ്പടം പറയാൻ മറന്നു, പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇലയൊക്കെ ഇട്ട് ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ അച്ചാറും പപ്പടവും സാമ്പാറും മോരേറിയും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഓണസദ്യ നല്ല സൂപ്പറായിട്ട് കഴിച്ചു. ഓണസദ്യ മാത്രമല്ല പായസവും കുടിച്ചു. എന്നാൽ ഓണസദ്യ ഒരു കംപ്ലീറ്റ് ആയൊരു ഫീല് കിട്ടണമെങ്കിൽ പായസവും കൂടെ കുടിക്കണം. അങ്ങനെ പായസമൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മളവിടെ നിന്ന് പോന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐരാപുരത്തിന് പോകണമായിരുന്നു. അപ്പോൾ 3 മണിയായപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി നേരെ വന്നു. ഇവിടെ വന്നപ്പോൾ ചിറ്റയും കൊച്ചനും ഉണ്ടായിരുന്നു കേട്ടോ. അവർ പായസം കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ വേണമെന്നൊക്കെ ചോദിച്ചു. പിന്നെ ഞാൻ വയറ് ഫുള്ളായിട്ടിരുന്നാലും കഴിച്ചില്ല. അപ്പോൾ കുടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ എൻ്റെ വീഡിയോ എടുക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ അച്ഛനാണിത്, അച്ഛനും അമ്മയാണ് കേട്ടോ അത്. അപ്പോൾ അവരൊക്കെ എല്ലാവരും പായസം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വെല്ലുമ്മച്ചി അവിടെ നിന്ന് ഗോതമ്പ് പായസം കൊണ്ടുവന്നിട്ടുണ്ടായി, അതാണ് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും വന്നു കേട്ടോ.
ചിറ്റ വേറൊരു ചിറ്റയും കൂടെ ഉണ്ട്. ചിറ്റ വന്നു, കൊച്ചൻ വന്നു, പിന്നെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് നേരം ജങ്ക കളിച്ചോണ്ടിരുന്നു കേട്ടോ. ഈ സാധനം ഞങ്ങൾ ഇവിടെ നിന്ന് പോയപ്പോൾ കൊണ്ടുപോയത് കേട്ടോ. ആക്ച്വലി ഈ സാധനം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നതും കളിക്കുന്നതും. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം ഞാൻ ഇവിടെ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്താണെങ്കിലും എൻ്റെ മെയിൻ പരിപാടി ഈ ജങ്ക കളിക്കലാണ്. ഞാൻ ഒറ്റയ്ക്കിരുന്ന് കളിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുടു കളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവളുടെ കയ്യിൽ നിന്ന് അത് തട്ടി വീണ് ഫ്ലോപ്പായിപ്പോയി. ആ സാധനം പടേ എന്ന് പറഞ്ഞത് അഴിച്ചാടി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കുടൂനെ കളിയാക്കി കൊന്നു വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാമായിരുന്നു അതിൻ്റെ അടിയിൽ ഒരേ ഒരു മറ്റേ ആ ഉടൻ്റെ ഒരു സ്റ്റിക്കുള്ളൂ എന്നുള്ള കാര്യം. അവിടെ അവൾ കണ്ടില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ തറവാട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ അതിലും വലിയ കോമഡി ആയിരുന്നു കേട്ടോ. ഒരു ചിറ്റയും കൂടെ വരാനുണ്ടെന്ന് പറഞ്ഞില്ലേ, ആളെന്ത് ചെയ്തു, തറവാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ചെല്ലാൻ പറഞ്ഞ് വിളിച്ച് ഞങ്ങളെല്ലാവരും കൂടി വണ്ടി കയറി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് അവർ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് വിളിച്ച് കഴിഞ്ഞപ്പോഴാണ് അത് പറഞ്ഞത്, നിങ്ങളെന്താ അവിടെ നിൽക്കണം, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയത്. അപ്പോൾ എൻ്റെ അനിയനും അനിയത്തിയൊക്കെയാണ് ബാക്കിൽ വന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ചു പോന്നു. പിന്നെ അവിടെ വന്നിരുന്ന് കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഇതെൻ്റെ ഏറ്റവും ഇളയ അനിയത്തിയാണ് കേട്ടോ. ചിറ്റയുടെ മോളാണ്, ഏറ്റവും ഇളയതാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു റീലൊക്കെ എടുത്ത് എന്താ പറയുക, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് റീൽസ്, ഡാൻസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ റീലൊക്കെ എടുത്തു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ഓണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.